പതിവിലും നിന്നും വ്യത്യസ്തമായി കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അമ്മ യോഗത്തിൽ സംഭവിച്ചത്. പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞവരടക്കം എല്ലാവരും രാജിവെക്കുകയായിരുന്നു. രമേശ് പിഷാരയുടെ നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ രൂപം കൊടുക്കുകയായിരുന്നു പിന്നീട്. ഇനി ഈ സംഘടനയിൽ തുടരില്ലെന്നും അംഗത്വത്തിൽ നിന്ന് റദ്ദാക്കുമെന്നുമായിരുന്നു സേതു മേനോൻ പറഞ്ഞത്. അൻസിബയുടെ ഒരൊറ്റ ചോദ്യത്തിലാണ് എല്ലാം നടന്നത് എന്നാണ് യോഗത്തിൽ പങ്കെടുത്ത താരങ്ങൾ പറഞ്ഞത്. ചെയ്യേണ്ട ഉത്തരവാദിത്തം കൃത്യമായി ചെയ്തിടണമല്ലോ. റിപ്പോർട്ടിൽ കൃത്യമായി വന്നില്ല. കണക്കും കൃത്യമായിരുന്നില്ല. കണക്കും റിപ്പോർട്ടും അംഗീകരിക്കുക. അത് രണ്ടും നടന്നില്ലെങ്കിൽ ഭരണവീഴ്ചയായി വിലയിരുത്തും. അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് പോകും. അങ്ങനെയാണ് അമ്മയുടെ ബലം എന്നായിരുന്നു മാലാ പാർവതി പ്രതികരിച്ചത്. റിപ്പോർട്ടർ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അവർ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഭരണപരിചയക്കുറവാണ്. അവർക്ക് സമയം കൊടുക്കണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. 45 ദിവസം വേണമെന്ന് ശ്വേത പറഞ്ഞിരുന്നു. അതിനിടയിലാണ് അൻസിബ തെളിവ് സഹിതമായ കാര്യങ്ങൾ പറഞ്ഞത്. അത് കേട്ടതോടാണ് ഞാനും എൻ്റെ ഭരണസമിതിയും രാജിവെക്കുകയാണ് ശ്വേത പറഞ്ഞത്. സാമ്പത്തിക വിഷയത്തിലായിരുന്നു ആദ്യത്തെ ചോദ്യം. സ്വജനപക്ഷപാതം, ഈസി കാര്യങ്ങൾക്കായി ചെയ്ത കാര്യങ്ങൾ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ അൻസിബ ചോദിച്ചത്. അത്രയും ക്ലാരിറ്റിയോടെ തെളിവ് സഹിതമാണ് അൻസിബ സംസാരിച്ചത്. പിൻ ഡ്രോപ്പ് സൈലൻസോടെ എല്ലാവരും കേട്ടു. കൈയോടെയാണ് എല്ലാവരും ഇത് കേട്ടത്. ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളാണ് നടന്നത്. മിക്കവരും അവർ പറഞ്ഞത് മനസ്സിലാക്കിയിരുന്നു. കണക്കിനനുസരിച്ച് ചോദിച്ചപ്പോഴാണ് ശ്വേതയ്ക്ക് വ്യക്തമായ മറുപടിയില്ലാതായത്. ഈ കണക്ക് ഞാൻ ഒപ്പിടില്ലെന്ന് പറഞ്ഞ് ട്രഷറർ കൈയൊഴിഞ്ഞു. ഓഡിറ്ററും അംഗീകരിച്ചില്ല. ഒരു വലിയ വിഭാഗം ആളുകളും ശ്വേതയ്ക്കൊപ്പമായിരുന്നു. അൻസിബ സംസാരിച്ചതോടായിരുന്നു അത് മാറിയത്. ആ കുട്ടിക്കെതിരെ നിലപാട് എടുക്കുന്നതൊക്കെ ആലോചിക്കാതെ നിലനിൽക്കുന്നതേയുള്ളൂ. എന്തൊരു സത്യമുള്ള കൊച്ചാണ്. വന്ന് നിന്നങ്ങോട്ട് ആർജവത്തോടെ ശരി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം വരില്ലേ. അങ്ങനെയൊരു അനുഭവം ഇന്നലെ ഉണ്ടായി. ഒരാൾക്കും ഒന്നും പറയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു ആ സംസാരം. 17 പേരെ ഒന്നിച്ചു നിർത്താൻ അവർക്ക് പറ്റിയില്ല. രണ്ടുപേർ തമ്മിലുള്ള തർക്കമുണ്ടാകുമ്പോൾ ഒരാളെ ചേർത്ത് നിർത്തി അവരുടെ തീ ആളിക്കത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അതൊരു അൺപ്രൊഫഷണലാണ്, ബാലിശമാണ്, പണിയറിയാത്തവർ ചെയ്യുന്നതാണ്. ഞാൻ മീഡിയയിലൂടെ പറഞ്ഞത് ഇതെല്ലാം കുളമാക്കിയത് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. അൻസിബയുടെ പ്രശ്നം വന്നപ്പോൾ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ചേച്ചി എന്താ ഇവിടെ സംസാരിക്കാത്തത്? മാധ്യമങ്ങളല്ലേ സംസാരിക്കുന്നത് എന്നാണ് ശ്വേത ചോദിച്ചത്. അവരാണ് നാളെ മാധ്യമങ്ങളെ കാണാൻ വരുന്നത്. അപ്പോൾ നമുക്കിനി മാധ്യമങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നാണ് എന്നോട് പറഞ്ഞത്. തുടക്കം മുതലേ അവർ വളരെ ബാലിശത്തോടാണ് സംസാരിച്ചത്. അടുത്ത യോഗം തായ്ലൻഡിൽ ആയിരിക്കുമെന്നും എല്ലാവരും ജോലി തരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിലൊക്കെ എന്താണ് നമ്മൾ പറയുക? അത്രയും ഗൗരവത്തോടെ സംസാരിക്കേണ്ട കാര്യമായിരുന്നിട്ടും ഇതാണ് പറയുന്നതെന്ന് മാലാ പാർവതി തുറന്നു പറഞ്ഞു.